ആർട്ടോ ക്രാഫ്റ്റോ ഒന്നുമല്ല, ബുക്ക് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, ജേർണലിങ്ങും അല്ല. പിന്നിപ്പോൾ എന്താ ഇത് എന്നല്ലേ പറയാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സെം ബ്രേക്ക് കഴിഞ്ഞു എന്ന്. അതായത് ഞാൻ നെക്സ്റ്റ് സെമ്മിലോട്ട് കയറുകയാണ്. ഇപ്രാവശ്യം നെക്സ്റ്റ് സെം എന്നതിലുപരി നെക്സ്റ്റ് ഇയറിലോട്ടാണ് കയറുന്നത്. ഞാനങ്ങനെ വിഷൻ ബോർഡ് ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല, പക്ഷെ ഒടുക്കത്തെ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സെമ്മ് തുടങ്ങുമ്പം, ഇയർ തുടങ്ങുമ്പോൾ, സെം എൻഡ് ആകുമ്പോൾ, സീരീസ് എക്സാമിൻ്റെ സമയത്ത്, മെയിൻ എക്സാമിൻ്റെ സമയത്ത് എപ്പോഴും ചെയ്യും എനിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എഴുതി വെക്കുമെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഞാനത് മറക്കും. ഇതിപ്പോൾ ഞാൻ 3rd ഇയറിലോട്ട് കയറുക. അപ്പോൾ ഈ ഒരു ഇയറിൽ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റം എൻ്റെ ടൈം ടേബിൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ടൈം ടേബിൾ കാണാതെ പഠിച്ചിട്ടില്ല. PT പീരീഡ്, ലൈബ്രറി പീരീഡ് ഒക്കെ ഓർമ്മയിരിക്കുമെങ്കിലും സ്കൂൾ തുടങ്ങി ഇന്നേ വരെ എനിക്കൊരു ടൈം ടേബിൾ മര്യാദയ്ക്ക് ഓർമ്മയിരിക്കാറില്ല. അത് കാരണം എൻ്റെ കയ്യിലൊരു 3-4 സെറ്റ് ടൈം ടേബിൾ കാണും. ഒരെണ്ണം നിങ്ങൾ ആദ്യം കണ്ട എൻ്റെ പേഴ്സണൽ ബുക്കിലെ ടൈം ടേബിൾ, 2 ഇതാ ഈ ബുക്ക്. ഇതെൻ്റെ കോളേജ് റഫ് ബുക്കാണ്. അതായത് ഒരു 3 വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കോളേജ് റഫ് ബുക്ക്. സംഭവം ഞാൻ ടൈം ടേബിൾ ഒന്നും ഓർത്ത് വെക്കത്തില്ലെങ്കിലും ടൈം ടേബിൾ ഇല്ലാതെ എനിക്കൊരു പീരീഡ് പോലും ക്ലാസ്സിലിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, നിങ്ങൾക്ക് സ്കൂളിലില്ലെങ്കിലും കോളേജിൽ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഒരു കോഡുണ്ട്. അത് നമ്മൾ ഓർത്ത് വെക്കാൻ വേണം. അത് ഞാൻ ഓർത്ത് വെക്കാറില്ല, സോ ഞാൻ എഴുതി വെക്കും. ഈ കോളേജ് റഫ് ബുക്കിലാണ് ഞാൻ അതും എഴുതി വെക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.